ബിനിൽ നിൽക്കുന്നിടത്തെ ലക്ഷ്യമാക്കി ഒരു വള്ളം വരുന്നുണ്ട്. അത് പോയ വിയ്യപുരം തിരികെ വരുന്നതാണോ എന്ന് അറിയില്ല. ബിനിലെ അങ്ങനെയാണോ ഈ നേരത്തെ തുഴഞ്ഞു പോയ വിയ്യപുരം തിരികെ വരികയാണോ അത്? സേതു തന്നെ വിയ്യപുരം ചുണ്ടനാണ്. അവർ നേരത്തെ ആ ക്ഷേത്രത്തിലേക്ക് പോയി അതിനുശേഷം ഇപ്പോൾ പുന്നമടയിലേക്കുള്ള യാത്രയിലാണ്. പരിശീലനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിയ്യപുരം ചുണ്ടനാണ്, BBC ആണ് തുഴയുന്നത്. അതിന്റെ ആ താളത്തിനനുസരിച്ച് തുഴഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. അതിനിപ്പുറത്ത് ഒപ്പം തന്നെ മറ്റൊരു ബോട്ടിൽ അതിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഈ ക്ലബിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഒപ്പം തന്നെയുണ്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. തൊട്ടിപ്പുറത്ത് ഞാൻ നിൽക്കുന്നത് തൊട്ടടുത്ത് മറ്റൊരു വള്ളം കൂടിയുണ്ട്. ആനാരി ചുണ്ടനാണ്. ഈ ചുണ്ടനും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് തുഴയുന്നത് ചെറിയ കുഞ്ഞു തുഴച്ചിൽക്കാരാണ്. അതാ ഇപ്പോൾ നമുക്ക് കാണാം, ചെറിയ തുഴച്ചിൽക്കാർ ഇവിടെ നിന്ന് അവർ തുഴയുന്നുണ്ട്. കാരണം വലിയ ആവേശമാണ് വള്ളംകളി ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച്, ആലപ്പുഴക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ട് ആ ആവേശത്തിൽ ആ കുഞ്ഞു കുട്ടികൾ വള്ളം തുഴയുകയാണ്. മോനെ, എങ്ങനെയാ ഇത്തവണ ആര് കപ്പടിക്കും? വിയ്യപുരം വില്ലേജ് ഓട്ടം കപ്പടിച്ചിരിക്കും പ്രാവശ്യം. ഉറപ്പ്, സംശയമില്ല, അമ്മാര് തന്നെ കപ്പെടുക്കും. കഴിഞ്ഞ തവണ രണ്ടാമതായി പോയല്ലോ, അതിന് സങ്കടം ഉണ്ടായിരുന്നോ? പിന്നെ സങ്കടം. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കപ്പടിച്ചിരിക്കും. ഈ തുഴച്ചിൽക്കാരനാകുന്നതാണോ ഒരു ആഗ്രഹം? എന്താണ്? ഉണ്ട്, ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ തുഴയോ? നമ്മൾ തുഴയും, കപ്പെടുക്കും. ആര് ജയിക്കും മോനെ? ആര് ജയിക്കും? തുഴച്ചിൽക്കാരനാണോ മോൻ? വെള്ളത്തിലൊക്കെ തുഴയോ? അത് ശരി. വലുതാവുമ്പോ ഈ ചുണ്ടമ്പളം തുഴയണമെന്നാണ് ആഗ്രഹം. ആഗ്രഹമൊക്കെ ഉണ്ട്. എന്തായാലും ചെറിയ കുഞ്ഞ് തുഴക്കാരെയാണ് നമ്മൾ കാണുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ വിയ്യപുരം ചുണ്ടൻ പുറപ്പെടുമ്പോൾ മുതൽ ഇവിടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചി വള്ളംകളി ആരാധികയാണോ? അതെ, ഇത്തവണ കപ്പടിക്കൂ? അടിക്കും. കഴിഞ്ഞ തവണ മില്ലി മൈക്രോ സെക്കൻഡ് ആണ് നഷ്ടപ്പെട്ടത്. പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ ജയിച്ചത്. ഇത്തവണ എങ്ങനെയാ? ഇത്തവണ ഞങ്ങൾ ഏറ്റെടുക്കും. പരിശീലനം ഇങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ട്, അടിപൊളിയായിരുന്നു. ആരെങ്കിലും തുഴയുന്നുണ്ടോ? ഉണ്ട്, തുഴയുന്നില്ല. മോൻ എന്റെ കമ്മിറ്റിക്കാരനാണ്. പിന്നെ കൊച്ചുമോനത്, ഇത് മൂത്ത മോൻ. വരും തലമുറയാണോ? വരും തലമുറ തുറച്ചിക്കാരാണോ അവര്? ഏറ്റവും വലിയ ആവശ്യക്കാരനാണ്. ആണോ? ആവശ്യക്കാരനാണോ? കൂട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യക്കാരനാണ് ലിയോൺ. വൈകിട്ട് സ്കൂളിൽ വിട്ടാൽ 4 മണി മുതൽ അവൻ തീരുന്നവരെ ഇവിടെ കാണുവൻ എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ ഞങ്ങളുടെ കിച്ചു, എല്ലാവരും ഈ പിള്ളേരെല്ലാം ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ള പിള്ളേരാണ്. വരും തലമുറയുടെ തുഴച്ചിൽക്കാരാണ് എന്ന് തോന്നുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും, സംശയമൊന്നുമില്ല. കഴിഞ്ഞ തവണ നമുക്ക് രണ്ടാമതായി പോയി. മില്ലി മൈക്രോ സെക്കൻഡ് ആണ്. ഇത്തവണ എങ്ങനെയാ? അവരുടെ കൈകൊണ്ട് മാത്രം അവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. ഇത്തവണ കേസ് വന്നിട്ട് പോലും അവർ പിന്മാറ്റി വെക്കുകയായിരുന്നു. അവർ ആ കേസ് പോലും നേരിടാനായിട്ട് തയ്യാറായില്ല. അതാണ് അവർക്ക് പള്ളാത്തുരുത്തിനുള്ള ഇത്. അവർ കരക്കാരൻ കയ്യൂക്കെന്ന് പറഞ്ഞ പോലെ അവിടെ ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നവർ കാണിച്ച അതിക്രമമാണത്. ഏറ്റവും അവസാനം കപ്പ് കൊടുക്കേണ്ടത് ഏറ്റവും ആദ്യം കപ്പ് മേടിച്ചുകൊണ്ട് പോകുന്നത് എന്താണെന്ന് മാത്രം വ്യക്തമാക്കി തന്നാൽ മതി. അല്ലാതെ വേറൊന്നും ചെയ്യേണ്ട. ഏറ്റവും അവസാനം കൊടുക്കേണ്ട കപ്പ് എന്തിനാദ്യം കൊടുത്തു അത് മാത്രം ജഡ്ജസും എല്ലാവരും ഓഡിയൻസും എല്ലാവരും അത് മാത്രം ഒന്ന് വ്യക്തമാക്കി തന്നാൽ മതി. ആനാരി ചുണ്ടനും മത്സരിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അത് ഈ ബൈ ടീം തന്നെ, ബി ടീം. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യ വള്ളംകളിക്ക് ഒരു ഏറ്റവും വലിയ ഒരു പറ്റിയ തെറ്റെന്ന് അറിയാമോ? ഈ സാധാരണ ഞങ്ങളൊക്കെ വള്ളത്തിനുള്ളതാണ്. ഞങ്ങൾ ചുണ്ടൻവള്ളത്തെ ഒരുപാട് വർഷം തോന്നിട്ടുള്ളതാണ്. ഈ ഞങ്ങളിവിടെ 2 വർഷം ഞങ്ങൾ സ്ഥിരമായിട്ട് കപ്പെടുത്ത കാരിച്ചാല വള്ളത്തിൽ. പിന്നെ ഈ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു എന്ന് പറഞ്ഞാൽ ഈ വള്ളം വന്ന് ഫിനിഷ് ചെയ്യുകയും പള്ളാത്തത് ജയിക്കുകയും ആണെന്ന് പറയും. പക്ഷെ സാധാരണ അങ്ങനല്ല. സാധാരണ ചെയ്യുന്നത് വള്ളം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കമൻട്രിക്കാർ പറയും ഞങ്ങൾക്ക് പറയാൻ നിവൃത്തിയില്ല, ജഡ്ജസ് ആണ് തീരുമാനിക്കുന്നത് എന്ന് പറയും. ഇത് വൈകാരികതയാണ് കുറച്ച് സേതു. പ്രധാനപ്പെട്ടത് മില്ലി മൈക്രോ സെക്കൻഡിനാണ് ഇവർ പിന്നിൽ പോയത്. അത് നമുക്ക് ആ കഴിഞ്ഞ തവണത്തെ ഫൈനൽ കണ്ടാൽ അറിയാം ആരാണ് ജയിച്ചത്. വിവരമാണോ അതോ ഈ കാരിച്ചാലാണോ PBC ആണോ ജയിച്ചതെന്ന് നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടാൽ അറിയാൻ കഴിയില്ല. പിന്നീട് വലിയ പരിശോധനയ്ക്ക് ശേഷമാണ് ജയിച്ചത് PBC ആണെന്ന് പ്രഖ്യാപിച്ചത്. എന്തായാലും ഇത്തവണ ഉണ്ടാവില്ല, വള്ളപ്പാടൽ അകലെ ജയിക്കുമെന്നാണ് പറയുന്നത്. ഈ കുഞ്ഞു കുട്ടികൾ ഇപ്പോഴും തുഴയുന്നുണ്ട്. എനിക്ക് അവിടെ പ്രതികരണം എടുക്കണമെന്നുണ്ട്. പക്ഷേ അവർ കുറച്ച് വള്ളം നീങ്ങിയിട്ടുണ്ട്. എനിക്ക് നീന്താൻ അറിയില്ല, വെള്ളത്തിൽ പോയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരണം കുട്ടികൾ എടുക്കാത്തത്. എന്തായാലും വലിയ ആവേശമുണ്ട്. മാത്രമേ ഉള്ളൂ ഈ വള്ളം. ഉറപ്പായിട്ടും ഞാൻ കുറച്ച് സേഫ് ആയിട്ട് കരക്കാണ് നിൽക്കുന്നത്. കാരണം വെള്ളത്തിൽ പോയാൽ നീന്താൻ വലിയ പ്രശ്നമാണ്. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ഇനിയും ബാക്കിയുള്ളത്. വള്ളംകളിയുടെ എല്ലാ ആവേശവും ഉണ്ട്.
അപ്പൊ എന്തായാലും ആ വള്ളങ്ങളുടെ ആവേശം നമുക്ക് കുട്ടികൾ കാണാം. കുട്ടികൾ വലിയ ആവേശത്തിലാണ്. അവർ പറയുന്നത് VBC തന്നെ ജയിക്കും. കഴിഞ്ഞ തവണ മില്ലി മൈക്രോ സെക്കൻഡുകൾക്ക് പരാജയപ്പെട്ടു. പക്ഷേ അത് കോടതിയിൽ കേസ് ഉണ്ടെങ്കിൽ പോലും അത് മനോഹരമായി തന്നെ ഇത്തവണ വള്ളപ്പാടുകൾക്ക് ജയിക്കുമെന്നാണ് VBCയുടെ ആരാധകരൊക്കെ തന്നെ പറയുന്നത്. സേതു, അല്ല പിന്നെ ഇപ്പൊ ആ കുഞ്ഞിനെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോഴേ മറ്റേ ആ ഇടിയിലൊക്കെ ഇടിച്ച് അവനെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഇടിച്ച് അവൻ പോവാണ് ആ ബോട്ടിൽ. അത്രയാണ് ആ നാട്ടുകാരുടെ ആവേശം. ബിനിൽ, ഇതിപ്പോ ഈ മത്സരങ്ങൾക്കൊക്കെ 11 മണിക്കിനെ തുടക്കാവല്ലോ. ഇപ്പൊ 11 മണിക്കുള്ള മത്സരങ്ങളിൽ ഏതൊക്കെയാ വരുന്നത്? ഏതൊക്കെ വള്ളങ്ങളായിരിക്കും? വെപ്പ് വള്ളമുണ്ട്, തെക്കനോടി വള്ളമുണ്ട്, ചുരുളം വള്ളമുണ്ട്. അങ്ങനെ ചെറിയ വള്ളങ്ങളുടെ മത്സരമാണ് ആദ്യം നടക്കുക. പിന്നീട് 2 മണിക്ക് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. ചെറിയ വള്ളങ്ങളും വലിയ ആവേശത്തിലാണ് മത്സരിക്കുക. പ്രത്യേകിച്ച് ഈ വെപ്പ് വള്ളങ്ങളൊക്കെ വലിയ ആവേശത്തിൽ സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങളുണ്ട്. ആ വള്ളങ്ങളൊക്കെ വലിയ ആവേശം തന്നെയാണെങ്കിലും ആളുകൾ കാത്തിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്. 2 മണിക്കാണ് അത് തുടങ്ങുക. അതിന്റെ 6 ഹീറ്റ്സുകളായി 21 വള്ളങ്ങളുണ്ട്. ഇത്തവണ 21 വള്ളങ്ങളുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ വലിയ ആവേശത്തിൽ തുഴഞ്ഞ വള്ളങ്ങളുണ്ട്. ഇത്തവണ പരിശീലനം ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ KTBC വലിയ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ VBC കൈനകരി, നമ്മളിപ്പോൾ നിൽക്കുന്ന വീവരും ചുണ്ടും തുഴയുന്ന VBC വില്ലേജ് ബോട്ട് ക്ലബ്ബ്, അതിന് വലിയ ആരാധകരുണ്ട്. മാത്രമല്ല മികച്ച സമയത്തിൽ അവർ ഈ ട്രാക്കിൽ ഫിനിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഏറ്റവും ആളുകൾ നോക്കുന്നത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബിൽ തന്നെയാണ്. കാരണം 6ാം തവണയും അവർ ജയിക്കുമോ എന്നുള്ളതാണ് ഉറ്റു നോക്കുന്നത്. 2018 പായിപ്പാടിൽ, 2019 ചമ്പക്കുളത്ത്, പിന്നീട് 20 21 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. 22 നടക്കുന്നത്. 22 അതിനുശേഷം 21 നടക്കുന്നത് മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ആ വള്ളത്തിലാണ് PBC തുഴഞ്ഞത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ 23 വീവരം ചുണ്ടലിലാണ് തുഴഞ്ഞത്. പിന്നീട് 24 കഴിഞ്ഞ വർഷം അത് കാരിച്ചാൽ തുഴഞ്ഞു. അങ്ങനെ തുടർച്ചയായി 5 തവണയും PBC ആണ് ജയിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണ അത് നമ്മൾ പറഞ്ഞു വീവരവും ഈ PBC തുഴഞ്ഞ വള്ളവും തമ്മിൽ അതിന് മില്ലി മൈക്രോ സെക്കൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് വലിയ പ്രത്യേകതയാണ്. എന്തായാലും അതിന് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്തവണ വലിയ ആവേശമുണ്ട്. ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് VBC. നമ്മൾ പുറത്ത് വള്ളംകളി പ്രേമികളായിട്ടുള്ള ആളോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇതിൽ KTBC മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. VBC മികച്ച ടീമാണ്. PBC ഉണ്ട്, UBC കൈനകരി ഉണ്ട്. അങ്ങനെ അങ്ങനെയാണ് പുന്നമടയിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. അപ്പൊ ഇന്നത്തെ വലിയ വിശേഷം പുന്നമട പൂരം തന്നെയാണ്. ഞാൻ ബിനിലേക്ക് വീണ്ടും മടങ്ങി വരാം. ബിനിലേക്കും നമ്മുടെ ടീമിലേക്കും ഒക്കെയും വീണ്ടും മടങ്ങിപ്പം